ഒരു ദിവസം രാവിലെ ഫാറൂഖ് കടന്നു വന്നപ്പോൾ നബിയെ കാണാനുള്ള സന്തോഷത്തോടെ ഓടിയണഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാറൂഖിന്റെ കണ്ണിൽ പെട്ടത് അവിടുത്തെ പുണ്യമേനിയിലോ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകളാണ്. ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഉമറിന് കണ്ണീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ മുമ്പിലും പതറാത്ത ഉമറിന് പതറാതിരിക്കാനായില്ല. ഗദ്ഗത കണ്ഠനായി അടുപ്പത്ത് വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഉമറിനോട് റസൂല് ചോദിച്ചു, ഉമറേ, എന്തുപറ്റി ഇത്ര വലിയ സങ്കടത്തിന്? ഉമർ പറഞ്ഞു, കൈസറും കിസ്റയും പട്ടിന്റെ കൊട്ടാരത്തിൽ നിദ്ര കൊള്ളുന്നു നബിയെ. നിങ്ങൾക്ക് ഈത്തപ്പനയിലെ ഓലയിൽ ഉറങ്ങാനാണല്ലോ വിധി. അങ്ങ് അവരെക്കാൾ മഹാനല്ല നബിയെ. കിസ്റയുടെ കൈസറിന്റെ കൊട്ടാരങ്ങളിൽ അവർ നിദ്ര കൊള്ളുന്നു. പേർഷ്യൻ രാജാവ് അങ്ങനെ തന്നെയാണ്, ആ റോമൻ രാജാവ്. അങ്ങെന്തുകൊണ്ട് നബിയെ ഇതിൽ നിദ്ര കൊള്ളുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകൾ ചുവന്നു തുടുത്ത ശരീരത്തിൽ വീണ പാടുകളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ കാർമേഘത്തിനിടയിലൂടെ വെയിലറിച്ചുവത്രേ, മഴക്കടയിലൂടെ സൂര്യൻ നോക്കിയത്രേ, ദുഃഖത്തിനിടയിലൂടെ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ, മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ, ഹൃദയങ്ങൾക്ക് കുളിരായത്രേ, ഉമറിന്റെ കണ്ണീര് അടങ്ങിപ്പോയത്രേ. ഉമറെ ആ ചുമലിൽ പിടിച്ചുകൊണ്ട് നായകൻ പറയുകയാണ്, കിസ്റക്കും കൈസർക്കും പട്ടുമെത്ത ദുനിയാവില് മാത്രമാണ്, അവർക്ക് ആഖിറത്തിലൊന്നുമില്ല ഉമറെ. ആഖിറത്തിലെ ഭാഗ്യം എനിക്കുള്ളതാണ് ഉമറെ. അവിടെ മെത്ത എനിക്കാണ് ഉമറെ, അവിടെ സ്വർണം എനിക്കാണ് ഉമറെ, അവിടെ പട്ടന്റെതാണ് ഉമറെ. അത് കണ്ടാൽ നിന്റെ കണ്ണീരടങ്ങുമോ ഉമറെ എന്ന് ചോദിക്കേണ്ട താമസം ഫാറൂഖിന്റെ കണ്ണുകൾ കരഞ്ഞുപോയി. അത് സന്തോഷത്തിന്റെ കണ്ണുനീര്, അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, അത് ആനന്ദത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കീറി പറഞ്ഞ പായയിൽ കിടന്നോരെ സലാം സഫർ ജിസ്കെ ടൂട്ടാ മൂരിയാ ജിസ്കാ ബിഛോനാ താ. കീറി പറഞ്ഞ ഈത്തപ്പനയോലയിൽ ആരാണോ രാത്രി കിടന്നുറങ്ങിയത്, ആ അങ്ങയുടെ പേരിൽ സലാം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.